നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കട്ടോ. നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കൂടെ എടുത്തിട്ട് അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡ്രാഗൺ ചിക്കൻ ആണ്. ഡേ 6. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ യമ്മി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ഡ്രാഗൺ ചിക്കൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് മെനുവിൽ നിങ്ങളിത് സേവ് ചെയ്ത് വെക്കുക. അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. 1/2 കിലോ ബോൺലെസ് ചിക്കൻ ആണ് ഇത്. നമ്മൾ ഇങ്ങനെ തന്നെ എന്താ പറയുക നുറുക്കിയെടുക്കണം കേട്ടോ. അതിങ്ങനെ നീളത്തിൽ സ്ട്രിപ്സ് പോലെ. ഈ ഡ്രാഗൺ ചിക്കൻ ഇങ്ങനെയായിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കണ്ടിട്ടില്ലേ, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ തന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഇത് നമുക്കൊന്ന് കൂട്ടിത്തിരുമാട്ടോ. ഇതിങ്ങനെ അധികം നേരം വെക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മളിതൊന്ന് കൂട്ടിത്തിരുമ്മി എടുത്താൽ മതിയേ. സ്റ്റൗ കത്തിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. നമുക്ക് either സാലഡ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മളിത് കോൺഫ്ലവറിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതിനകത്തോട്ട് ഇടുക. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനൊരു കളറായിരിക്കും ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. വെളുത്ത് തന്നെ ഇരിക്കുക കേട്ടോ, പക്ഷേ ഇതിൻ്റെ കളറൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് മാറുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൈനീസ് എല്ലാ സംഭവങ്ങളും നമ്മൾ ഹൈ ഫ്ലെയിമിലാട്ടോ കുക്ക് ചെയ്യുന്നത്. ഒനിയൻസ് ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടണമെങ്കിൽ ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്യാം. എപ്പോഴും ഒനിയൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണേ. നമ്മൾ നോർമൽ കറികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യണ്ട കേട്ടോ. അതിലൊക്കെ കൂടുതലും ഇങ്ങനെ ഒരു റോ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്താണ് ഇതിനകത്തോട്ട് നമ്മൾ സോസുകൾ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സോയ സോസ് 1 സ്പൂൺ, ടൊമാറ്റോ സോസ് 4 സ്പൂൺ, റെഡ് ചില്ലി സോസ് അതും ഒരു 4 സ്പൂൺ. നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ ഒരു നുള്ള് പഞ്ചസാര ഈ സമയത്ത് ഇട്ട് കൊടുക്കട്ടോ. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ചിക്കനും ക്യാപ്സിക്കവും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, പിന്നെ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് 3 കളറിൽ ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ ഇടണമെങ്കിൽ അങ്ങനെ മതി. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കളർഫുൾ ഫുഡൊക്കെ ഇഷ്ടമുണ്ട്. ഇങ്ങനെ തന്നെ അരിഞ്ഞിട്ട് ക്യാപ്സിക്കം കൂടെ ഇടുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കുക. ഈ സൈഡിൽ നമ്മൾ ഇതിനകത്തോട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കട്ടെ. ഈ മൊത്തം പ്രോസസ്സ് നമ്മൾ ഹൈ ഫ്ലെയിമിലാട്ടോ കുക്ക് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് ലാസ്റ്റ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഡ്രാഗൺ ചിക്കൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കൂടെ എടുത്തിട്ട് അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡ്രാഗൺ ചിക്കൻ ആണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ക്രിസ്മസ് മെനുവിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ ഡിയർ വൺസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അഗെയിൻ ആഫ്റ്റർ ക്രിസ്മസ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടാണെങ്കിലും എന്നെ അറിയിക്കണം. യുവർ കമൻറ്റ്സ് റിയലി മാറ്റേഴ്സ് ടു മീ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഒരു അടിപൊളി ഡിഷായിട്ട് വരുന്നത് വരെ ബൈ.